നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഒറ്റയടിക്ക് ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യും എന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിൽ ഞെട്ടൽ രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസിന്റെ രാജകുമാരന്റെ ഈ പ്രസ്താവന രാജ്യം മുഴുവൻ ഞെട്ടിയിരിക്കുകയാണെന്നും എവിടെയായിരുന്നു രാജകീയ മാന്ത്രിക താങ്കൾ ഇത്രയും കാലം എന്നാണ് രാജ്യം മുഴുവൻ ചോദിക്കുന്നതെന്നും പ്രധാനമന്ത്രി മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞു. ഒറ്റയടിക്ക് ഇന്ത്യയിലെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യും എന്ന താങ്കളുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനം ഞാൻ കണ്ടു. സത്യത്തിൽ ഇത് കണ്ട് കോൺഗ്രസ്കാർ അടക്കം ചിരിക്കുന്നുണ്ടാകും. എങ്ങനെ ചിരിക്കാതിരിക്കും? 2014 വരെ ഈ രാജ്യം ആര് ഭരിച്ചു എന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്? 2004 മുതൽ 2014 വരെ റിമോട്ട് കൺട്രോൾ ഭരണം ആയിരുന്നു. ഇനി മാന്ത്രികവടി ഭരണമായിരിക്കുമെന്നാണ് കോൺഗ്രസിന്റെ രാജകുമാരൻ വാഗ്ദാനം ചെയ്യുന്നത്. ഈ രാജകീയ മാന്ത്രികൻ ഇത്രയും വർഷങ്ങൾ എവിടെയാണ് ഒളിച്ചിരുന്നത് എന്നാണ് രാജ്യം ചോദിക്കുന്നത്. ചിരിക്കാൻ തോന്നുന്നില്ലേ? ഇങ്ങനെയുള്ള ഒരാളെ ആരെങ്കിലും വിശ്വസിക്കുന്നു? മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കവേ മോദി പറഞ്ഞു. 2014 വരെ അവർ റിമോട്ട് ഉപയോഗിച്ചാണ് സർക്കാർ നയിച്ചിരുന്നത്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അവർക്ക് ഒറ്റയടിക്ക് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള മന്ത്രം ലഭിച്ചുവെന്ന്. ഇയാൾ ഇതെന്താണ് പറയുന്നത്? ഇതിനെ പറയുന്നതിനെ കുറിച്ച് ഇദ്ദേഹത്തിന് തന്നെ ഒരു ബോധവുമില്ല. ഇത് പാവപ്പെട്ടവരോടുള്ള അപമാനമെന്നല്ലാതെ മറ്റെന്താണ്? കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ച് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് രാജസ്ഥാനിൽ ഒരു പൊതു റാലിയെ അഭിസംബോധന ചെയ്യവേ തന്റെ പാർട്ടി അധികാരത്തിൽ വന്നാൽ രാജ്യത്ത് നിന്ന് ഒറ്റയടിക്ക് ദാരിദ്ര്യം തുടച്ചു നീക്കുമെന്ന് രാഹുൽ ഗാന്ധി വാഗ്ദാനം നൽകിയിരുന്നു. എന്നാൽ 70 വർഷം ഇവിടെ ഭരിച്ചത് കോൺഗ്രസ് ആണെന്ന കാര്യം രാഹുൽ ഗാന്ധി മറന്നുപോയിരിക്കുകയാണെന്നും രാജ്യത്ത് ഇപ്പോഴും ദാരിദ്ര്യം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ വലിയ പങ്ക് കോൺഗ്രസിനാണെന്നും രാഹുൽ ഗാന്ധി മറന്നുപോയിരിക്കുകയാണ്. ഈ ആഴ്ച ആദ്യം രാജസ്ഥാനിൽ ഒരു പൊതു റാലിയെ അഭിസംബോധന ചെയ്യവെയാണ് തന്റെ പാർട്ടി അധികാരത്തിലെത്തും രാജ്യത്ത് നിന്ന് ഒറ്റയടിക്ക് ദാരിദ്ര്യം തുടച്ചു നീക്കുമെന്ന് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നൽകിയത്. കൂടാതെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ രാജ്യത്തെ എല്ലാ പാവപ്പെട്ട വീട്ടിലെയും ഒരു സ്ത്രീയുടെ അക്കൗണ്ടിലേക്ക് 1 ലക്ഷം രൂപ കൈമാറുമെന്നും രാഹുൽ വാഗ്ദാനം ചെയ്തു. രാഹുൽ ഗാന്ധിയുടെ കുടുംബ മണ്ഡലമായ അമേത്തിയിൽ വരെ വേണ്ട വിധത്തിൽ പരിഗണന കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി ദയനീയമായി പരാജയപ്പെട്ടതും അവിടെ സ്മൃതി ഇറാനി ജയിച്ചതും എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പോൾ വിജയിച്ചിരിക്കുന്ന വയനാട്ട് മണ്ഡലത്തിലെ അവസ്ഥയും മറിച്ചല്ല. രാഹുൽ ഗാന്ധിയുടെ ഈ കഴിഞ്ഞ ടേമിൽ രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ വയനാട് സന്ദർശിച്ചത് കാട്ടാനകളാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ വാക്കുകൾ ശ്രദ്ധേയമായിരുന്നു. സ്വന്തം മണ്ഡലത്തിൽ വരെ വേണ്ട രീതിയിൽ പരിഗണന കൊടുക്കാത്ത രാഹുൽ ഗാന്ധി അധികാരത്തിൽ വന്നാൽ ഒറ്റയടിക്ക് ദാരിദ്ര്യം മാറ്റും എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.